നമുക്കൊപ്പം സിനോജുണ്ട്. സിനോജ്, വലിയ രീതിയിലുള്ള പ്രതിഷേധം, വ്യാപക പ്രതിഷേധം എന്ന് തന്നെ പറയാം. സംസ്ഥാനത്ത് പല കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെയും CPM പ്രവർത്തകരെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. മുഖാമുഖം കോൺഗ്രസും CPMും എത്തുന്ന കാഴ്ച കണ്ടു. ഇന്നും ആ പ്രതിഷേധങ്ങൾ തുടരാനാണോ സാധ്യത? പുതിയുഗ യാത്ര പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഈ പ്രതിഷേധം കൈവിടാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ സുരക്ഷാ മുൻകരുതലുകളുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കണ്ണൂരിൽ എന്താണ് അവസ്ഥ, സിനോജ്? അരുകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലുണ്ട്, കണ്ണൂരിൽ ഉൾപ്പെടെ പരിപാടികളുണ്ട്, വയനാട്ടിൽ പരിപാടി ഉണ്ട്. UDF നേതാക്കൾ ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ കൂടിയാണ്. ഇന്നലെ ആരോഗ്യമന്ത്രിക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന് അറിഞ്ഞ ഉടനെ തന്നെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് CPMും SFIയും DYFIയും ആഹ്വാനം ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് പല ജില്ലകളിലും ഈ സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യമുണ്ടായത്. കഴിഞ്ഞ രാത്രി തലശ്ശേരി പാറാലിലുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് തീയിടുന്ന സാഹചര്യമുണ്ടായും. 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഞാൻ നിൽക്കുന്നത് കണ്ണൂർ DCC ഓഫീസിന് മുൻപിലാണ്. ഇന്നലെ രാത്രി ആക്രമണം നടന്ന ഓഫീസ് കൂടിയാണ്. അതായത് 5 KSU പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിൽ SFI പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് DCC ഓഫീസിലേക്ക് ഈ SFI പ്രവർത്തകർ പ്രകടനമായി വരുന്നത്. ആ വരുന്ന ഘട്ടത്തിൽ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് തടയാൻ ശ്രമിച്ചു. പോലീസ് ഈ കാണുന്ന DCC ഓഫീസിന്റെ ഗേറ്റ് പോലീസ് തന്നെയാണ് പൂട്ടിയത്. കാരണം ഈ പ്രതിഷേധക്കാർ അകത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ഈ ഗേറ്റ് പൂട്ടുന്നു. ആ ഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടെ അകത്തുണ്ടായിരുന്നു. കാരണം നമുക്ക് രാത്രി ചർച്ചയ്ക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് അകത്താണ് ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ അകത്തുണ്ടായിരുന്ന KSUവിന്റെ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ തന്നെ പ്രവർത്തകർ പുറത്തേക്ക് ഇറങ്ങി വരുന്നു. പരസ്പരം വാക്കേറ്റം ഉണ്ടാകുന്നു. അതിനിടയിലാണ് പുറത്തുനിന്ന് കല്ലേർ അകത്തേക്ക് വരുന്ന ഘട്ടത്തിൽ KSU പ്രവർത്തകർ ഉൾപ്പെടെ വടികളുമായി അടിക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നു. എന്തിന് പോലീസ് ഗേറ്റ് പൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അകത്തുണ്ടായിരുന്ന കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഗേറ്റ് ബലം പ്രയോഗിച്ച് തുറക്കുന്നത്. അങ്ങനെ പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ആ രംഗം ശാന്തമാക്കുന്നത്. അതിനുശേഷമാണ് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ നഗരത്തിൽ വലിയൊരു പ്രകടനം നടത്തുന്നു. വലിയ രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഇതിന് സമീപം തന്നെയാണ് DCC ഓഫീസിന് സമീപം തന്നെയാണ് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. അവിടേക്ക് പ്രതിഷേധ പ്രകടനം പോകാതിരിക്കാൻ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം തീർത്തിരുന്നു. 2 തവണ പോലീസുമായും ഈ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. കാരണം CPM ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഒരു ശ്രമം അവർ നടത്തിയിരുന്നു. പക്ഷേ പോലീസ് അവിടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ വലിയ രീതിയിലേക്കുള്ള സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് സുരക്ഷമായ നിലപാട് സ്വീകരിച്ചു. പ്രതിഷേധക്കാരെ അവിടെ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ജില്ലയുടെ പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ഓഫീസിന് നേരെ ആക്രമണം നടക്കുന്ന സാഹചര്യമുണ്ടായത്. കണ്ണൂരിൽ മാത്രമല്ല, കോഴിക്കോട് കുന്നമംഗലത്ത് കോൺഗ്രസിന്റെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിന്റെ ഓഫീസുകൾ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി. പത്തനംതിട്ടയിൽ ഉൾപ്പെടെ പല ജില്ലകളിലും കോൺഗ്രസ് ഓഫീസുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും തിരിച്ചുള്ളൊരു ആക്രമണം ഉണ്ടാകില്ല എന്നാണ് K. സുധാകരൻ. ആവശ്യം വന്നാൽ തിരിച്ചടിക്കുന്ന രീതിയിലാണ് ഇന്നലെ K. സുധാകരൻ കണ്ണൂരിൽ പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഒരു തിരിച്ചുള്ളൊരു ആക്രമണം ഉണ്ടായിട്ടില്ല. പക്ഷേ CPMന്റെ ഭാഗത്തുനിന്നും DYFിയുടെ ഭാഗത്തുനിന്നും SFIയുടെ ഭാഗത്തുനിന്നും ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നും പല സ്ഥലത്തും പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. കുമാർ, സിനോജാണ് കണ്ണൂർ DCC ഓഫീസിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി പ്രതിഷേധമുണ്ട്. ഇന്നും പ്രതിഷേധത്തിനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് പുതിയുഗ യാത്ര പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ.